Hello everyone, welcome to the class. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ സിസ്റ്റം യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ സിസ്റ്റം അതിലെ ഫസ്റ്റ് പാർട്ട് നമുക്ക് പാർട്ടുകളായി ക്ലാസിഫിക്കാൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് യൂണിറ്റ് 1 എന്ന് പറയുന്നത്. സോ നമുക്ക് 2 പാർട്ടുകളായിട്ട് നമ്മൾ ക്ലാസ്സിലെല്ലാം ഉദ്ദേശിക്കുന്നത് 2-3 പാർട്ടുകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. കാരണം അതിലെ കണ്ടന്റുകൾ നമുക്ക് കുറച്ചേ ഉള്ളൂ എങ്കിലും അതിലെ കണ്ടന്റുകൾ പോയിന്റുകൾ പ്രധാനപ്പെട്ട ഐഡിയകൾ കുറച്ചേ ഉള്ളൂ എങ്കിലും അതിലെ കണ്ടന്റുകൾ വളരെ കൂടുതൽ. അപ്പോൾ നമുക്ക് കുറച്ച് സ്ലൈഡുകളിൽ ഒരു 45 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഒറ്റ സ്ലൈഡ് നമുക്ക് പറ്റിയ ബുദ്ധിമുട്ടായിരിക്കും. പറ്റിയൊക്കെ ചെയ്യും, ഒറ്റ സ്ലൈഡ് കൊണ്ട് തീർക്കാം. പക്ഷെ അത് വളരെ വെറും ബ്രീഫായി പറയുകയാണ്. ഓക്കെ, ഒറ്റ സ്ലൈഡ് എനിക്ക് വേണമെങ്കിൽ തീർക്കാവുന്ന, പക്ഷേ ഏറ്റവും സിമ്പിൾ ആയിപ്പോൾ വെറും ബ്രീഫ് ആയിപ്പോൾ നമുക്ക് സ്റ്റഡീസിനെ സെലക്ട് ചെയ്യും. സോ നമുക്ക് തന്നെ പാർട്ട് ക്ലാസ്സിൽ ചെയ്തിട്ട് ഇരിക്കുകയാണ് ഇൻട്രൊഡക്ഷൻ ഫിനാൻഷ്യൽ സിസ്റ്റം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏകദേശം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ കൂടി പഠിച്ചത് സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിൽ തന്നെ നിങ്ങൾ ഇതെല്ലാം ഏകദേശം ഈ ഒരു സബ്ജക്റ്റിലെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്നുള്ള MMPF 004 നിങ്ങൾ പഠിച്ചപ്പോൾ ഞാനാണ് എടുത്തത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ആ സെയിം കണ്ടന്റ് തന്നെ ഏകദേശം അതിൽ പഠിച്ചിട്ടുള്ള ഏകദേശം കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത്, ഇതിന്റെ സബ്ജക്റ്റിനകത്ത് ഉള്ളത്. ചെറിയ ചെറിയ എക്സ്ട്രാ അഡീഷൻസ് ഇതിനകത്ത് ഉണ്ടെന്ന് മാത്രമെങ്കിലും മെജോറിറ്റി സെയിം കണ്ടാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. നമുക്ക് ഏകദേശം കേട്ടിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. A system is a collection of components, usually referred to as a subsystems, that interact with each other. അപ്പൊ കുറെ കമ്പോണൻസിന്റെ ഒരു കളക്ഷൻ, പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്ന കുറെ കമ്പോണൻസിന്റെ ഒരു കളക്ഷൻ നമുക്ക് സിസ്റ്റം എന്ന് പറയാം. കാരണം സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിലെ ഓരോ കമ്പോണന്റും എന്തായിരിക്കും, ഇന്റർ കണക്ടഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റർ റിലേറ്റഡ് ആയിരിക്കും, പരസ്പരം അത് ബന്ധിക്കപ്പെട്ടിടണം. ഓക്കെ, അത്തരത്തിലുള്ളതിനെ നമുക്ക് എന്ന് പറയുന്നത് സിസ്റ്റം എന്ന് പറയാം. പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ പരസ്പരം ഒരുമിച്ച് ഒത്തിരി കളക്ട് ചെയ്തിരിക്കുന്ന കുറെ കമ്പോണന്റുകളെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിസ്റ്റം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് പറയാം. A financial system is a comprehensive integration of many subsystems comprising financial institutions, markets, instruments and services that facilitate the efficient and effective transfer, allocation and utilization of resources of funds. അപ്പോ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കുറെ സബ്സിസ്റ്റത്തിന്റെ ഒരു കോംപ്രിഹെൻസീവ് ഇന്റഗ്രേറ്റഡ് ആയി എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് കുറെ സബ്സിസ്റ്റം ഉണ്ടായിരിക്കും. ഏതൊക്കെ ആയിരിക്കാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ഫിനാൻഷ്യൽ സർവീസ്, ഇതെല്ലാമാണ് നമ്മുടെ കോംപ്രിഹെൻസീവ് ഒരു സബ്സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സബ്സിസ്റ്റത്തിന്റെ എല്ലാം ഒരു ഇന്റഗ്രേഷൻ ആണ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഈ സിസ്റ്റത്തിനൊക്കെ പ്രത്യേകമായിരിക്കും, that facilitate efficient and effective transfer, allocation and utilization of resources or fund. ഇവ എന്ത് ചെയ്യുന്നു, റിസോഴ്സിന്റെ ഫണ്ട്സിന്റെയോ എഫക്റ്റീവ് ട്രാൻസ്ഫറോ അലോക്കേഷനോ യൂട്ടിലൈസേഷനോ ഒക്കെ എന്ത് ചെയ്യുന്നു, ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നത്. The Indian financial system has evolved over the past several decades since its independence. അപ്പോൾ കുറെ വർഷങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് വരെയൊക്കെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഈ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നുള്ള സംഗതി എന്ത് ചെയ്തു, എവോൾവ് ആയി വന്നൊരു ടൈമാണ് ഈ ഇൻഡിപെൻഡൻസിന്റെ ടൈം എന്ന് പറയുന്നത്. ഇനി ഫിനാൻഷ്യൽ സിസ്റ്റംസും അതിന്റെ കമ്പോണൻസും, ഫിനാൻഷ്യൽ സിസ്റ്റംസ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ്, എന്തൊക്കെ കമ്പോണന്റുകൾ അതിനകത്ത്. ഫിനാൻഷ്യൽ സിസ്റ്റം ഓഫ് എനി എക്കണോമി പ്രൊവൈഡ്സ് ദി ഫൗണ്ടേഷൻ ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ ഏതൊരു രാജ്യത്തെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത ആയിരിക്കും, അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആയിരിക്കും, ഒരു ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇത് ഈ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയാം. Countries that are rich in resources, be natural, human or any other form, require to plan and strategize the development of their financial system. ഒരു റിച്ച് റിസോഴ്സസ് റിച്ച് ഉള്ള, അതായത് നാച്ചുറൽ റിസോഴ്സ് ആകാം, ഹ്യൂമൻ റിസോഴ്സ് ആകാം, മറ്റേത് ടൈപ്പ് റിസോഴ്സും ആകാം, അതിൽ റിച്ച് ഉള്ള കൺട്രീസ് റിക്വയർ ദ പ്ലാൻ ആൻഡ് സ്ട്രാറ്റജീസ് ദി ഡെവലപ്മെന്റ് ഓഫ് ദർ ഫിനാൻഷ്യൽ സിസ്റ്റം. അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഫിനാൻഷ്യൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനാണ് പുതിയ സ്ട്രാറ്റജീസും പ്ലാൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, അവരെ ഡെവലപ്പ് ചെയ്യുന്നത്. There are 4 components of subsystems in financial system. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഒരു ഏകദേശം 4 സിസ്റ്റങ്ങളുണ്ട്. ഒന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഒന്ന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഇന്റർമീഡിയറീസ്, ഫിനാൻഷ്യൽ അസറ്റ്സ് ഓർ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്. ഈ 4 എണ്ണമാണ് പ്രധാനമായിട്ടുള്ള നമ്മുടെ സബ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. കേട്ടുള്ളത് തന്നെയാണെങ്കിലും ജസ്റ്റ് ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളത് നോക്കാം. എന്താണ് നമുക്ക് ഓരോന്ന്, ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്, ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്സ് എന്താണ്, ഫിനാൻഷ്യൽ അസറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്താണ്, ഫിനാൻഷ്യൽ സർവീസ് എന്താണ്, എല്ലാം നമുക്ക് അത് നോക്കാനായിട്ടുള്ളത്.
A financial system does facilitate the transfer of fund from the entities that are in surplus to entities that are in deficit. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇത് ഫെസിലിറ്റേറ്റ് ദി ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫ്രം entities that are in surplus to entities that are in surplus to entities that are in deficit. അപ്പോൾ സർപ്ലസ് ഉള്ള ഒരു എന്റിറ്റിയിൽ നിന്നും ഡെഫിസിറ്റുള്ള കമ്പനിയിലേക്ക് എന്ത് ചെയ്യുന്നു? ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇത് ഈ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തിനായാലും രണ്ട് കമ്പനികളുണ്ട്, ഇന്ന് സർപ്ലസ് ഉള്ളതാണ്, മറ്റൊന്ന് ഡെഫിസിറ്റ് ഉള്ളതാണ്. അപ്പൊ സർപ്ലസ് ഉള്ള കമ്പനി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഫേമിൽ നിന്ന് ഡെഫിസിറ്റ് ഉള്ള കമ്പനിയിലേക്ക് എന്ത് ചെയ്യുന്നു? ഫണ്ട് ട്രാൻസ്ഫർ, ചുമ്മാ കുറച്ച് പൈസ എന്നായിരിക്കട്ടെ വെറുതെ കൊടുക്കുന്നില്ല, അതിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ടായിരിക്കും, അല്ലാതെ അവർ നമ്മൾ എത്തിക്കുന്ന രീതി ഉണ്ടായിരിക്കും. അതിനൊക്കെ നമുക്ക് എന്ന് പറയാം ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയാം. This transfer of fund takes place in different financial markets, therefore different services are rendered by different intermediaries and by using different instruments. അപ്പോൾ ഈ എന്താണ് ഡിഫറെന്റ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഡിഫറെന്റ് ഇന്റർമീഡിയറ്റ് ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റുകൾ എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുകയും സെയിലേക്ക് ചെയ്തതിലൂടെ ചെയ്യുന്നത് ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലൂടെ ചെയ്യും. ഇതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് നോക്കട്ടെ. ഫിനാൻഷ്യൽ മാർക്കറ്റ്, വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്? A financial market is a system of processes and functions that are usually regulated using rules and guidelines for enabling participants to transact in financial products and instruments. Financial instruments in a financial claim എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. A financial system is a system of process and functions. എന്നാണ് പറയാം. പ്രോസസ്സും സിസ്റ്റം ഫങ്ഷൻസും ഉണ്ടായിരിക്കും. That are usually regulated using rules and guidelines for enabling പാർട്ടിസിപ്പൻസ് ട്രാൻസാക്ട് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ്. അപ്പോൾ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിനും ഇൻസ്ട്രുമെന്റ്സും ട്രാൻസാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർക്കുള്ള കുറച്ച് ഗൈഡ് ലൈൻസും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ആണ് ഇതിലൂടെ ചെയ്യുന്നത് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിലൂടെ ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം എനിക്ക് കുറച്ച് ഷെയറുകൾ വാങ്ങണം, അല്ലെങ്കിൽ എന്റെ സ്റ്റോക്ക് വിൽക്കണമെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ആക്സസ് ഉണ്ടായിരിക്കണം. അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് എനിക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ റൂളുണ്ട്, ഒരു പ്രോഡക്റ്റ് അതിന്റെ MRP മാക്സിമം റേറ്റിൽ പ്രൈസിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, വിൽക്കാൻ പാടില്ല. അത് അവിടുത്തെ റൂളാണ്. അത് നമ്മുടെ ഈ നാട്ടിലെ MRPക്ക് മേൽ എന്ത് ചെയ്യാൻ പാടില്ല, വിൽക്കുവാൻ പാടില്ല എന്നൊരു റൂൾ നമ്മുടെ നാട്ടിലുണ്ട്. In the process of continuous interaction between different entities that provide the demand and supply of these financial claims for the fair value of financial claims discovered, this is also referred to as price discovery. അപ്പോൾ ഡിഫറെന്റ് എനിറ്റീസ് തമ്മിലുള്ള ഒരു കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ നടക്കുന്നത് മൂലം എന്ത് ചെയ്യുന്നു, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ത് ചെയ്യുന്നു, ഒരു ചേഞ്ചസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഇൻക്രീസ് ഉണ്ടാകും, അല്ലെ? അപ്പൊ പരസ്പരം കമ്പനി ഇന്ററാക്ട് ചെയ്യുന്നതോറും അവരുടെ ആ ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന് എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ചെയ്യുന്നു. ഫെയർ വാല്യൂ ഓഫ് ദി ഫിനാൻഷ്യൽ ക്ലെയിം ഇസ് ഡിസ്കവേർഡ്. അതുവഴി എന്ത് ചെയ്യുന്നു, ആ ഒരു ഫിനാൻഷ്യൽ ക്ലെയിമിന്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഫെയർ വാല്യൂ ഡിസ്കവർ ചെയ്യും. ഇത് നമ്മൾ എന്ത് പറയുന്നു, പ്രൈസ് ഡിസ്കവറി എന്ന് പറയും. ഇത് നമ്മൾ എന്താ പറയുന്നത്, പ്രൈസ് ഡിസ്കവറി എന്ന്. ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആണ്. ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഏതാ ക്ലാസിഫിക്കേഷൻ ഉണ്ട്? മണി മാർക്കറ്റ് ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്, കറൻസി മാർക്കറ്റ് ഉണ്ട്, കമ്മോഡിറ്റി മാർക്കറ്റ് ഉണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് രണ്ടായി ക്ലാസിഫൈ ചെയ്തു, ഡെറ്റ് മാർക്കറ്റ് ഉണ്ട്, ഇക്വിറ്റി മാർക്കറ്റ് രണ്ടായി ക്ലാസിഫൈ ചെയ്തു. അപ്പൊ മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മോണിറ്ററി ടൈംസിലുള്ള സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ്. അതായത് ഇപ്പം ട്രഷറി ബില്ലാകാം, കൊമേഴ്സ്യൽ പേപ്പേഴ്സ് ആകാം, സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് ആകാം, ഇത് എന്ത് ചെയ്യുന്നു, ട്രേഡ് ചെയ്യുന്നു. ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് മണി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതൊരു സെക്കൻഡറി മാർക്കറ്റ് ആണ്. അതായത് ഓൾറെഡി ഇഷ്യൂ ചെയ്യുന്ന സ്റ്റോക്കുകൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ ഷെയറുകൾ എന്ത് ചെയ്യുന്നു, പരസ്പരം അങ്ങോട്ട് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് പറയുന്നത്. കറൻസി മാർക്കറ്റ് ആണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. എനിക്കിപ്പോ ഫോറിൻ മണി കിട്ടി, അത് ഞാൻ എന്ത് ചെയ്യുന്നു, അത് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഫോറിൻ കറൻസി മാർക്കറ്റ് എന്ന് പറയുന്നത്. അടുത്ത കമ്മോഡിറ്റി മാർക്കറ്റ്, ഈ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, ഡയമണ്ട്സ്, ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു എന്താണ് അത്തരത്തിലുള്ള ഗോൾഡ് ഒക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റ്. നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടൊക്കെ നമുക്ക് ഇപ്പം ഇനി ഗോൾഡ് മേടിക്കാൻ ഞാൻ കുറച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചെയ്തില്ലേ, ഇല്ലേ? ഞാൻ സ്വർണ്ണക്കടയിൽ ബുക്ക് ചെയ്താൽ വെക്കത്തില്ലേ? അതുപോലെ എനിക്ക് കുറച്ച് എന്റെ പ്രൊഡക്റ്റുകൾ, എനിക്ക് ഈ ഒരു സാധനങ്ങൾ എന്ത് ചെയ്യാൻ എനിക്ക് മുൻകൂട്ടി വാങ്ങണം, അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ ഈ സാധനങ്ങൾ ഷെയറുകൾ അല്ലാതെയുള്ള ഫിസിക്കൽ സ്റ്റോക്കുകളായിട്ടുള്ള ഗോൾഡോ അല്ലെങ്കിൽ ഡയമണ്ട്സോ അല്ലെങ്കിൽ പ്ലാറ്റിനമോ അല്ലെങ്കിൽ ബ്ലാൻഡോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ എന്ത് ചെയ്ത് വിൽക്കുന്നു, വാങ്ങുകയും ചെയ്യുന്നു. ആ മാർക്കറ്റാണ് ഇത് കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എന്താണ് മണി മാർക്കറ്റ് എന്നുള്ളതാണ്. The money market is defined as a market for overnight short-term money and for financial assets that are cross substitutes for money. അപ്പോൾ മണി മാർക്കറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് ഫോർ ഓവർനൈറ്റ് ഷോർട്ട്. ഓവർനൈറ്റ് മീൻസ് വൺ ഡേ എന്ന് ഉദ്ദേശിക്കുന്നത്. വൺ ഡേ ടു ഷോർട്ട് ടൈം, അതായത് ഒരു 1 ഇയറിനകത്തേക്ക്, 1 ദിവസം മുതൽ 12 മാസം വരെ അല്ലെങ്കിൽ 365 ദിവസം വരെ ഉള്ള ഒരു
1 ഇയർ വാലിഡിറ്റി ഉള്ള, ഒരു വർഷത്തിനകത്ത് ട്രേഡിംഗ് നടത്തുന്ന വാലിഡിറ്റി ഉള്ള മാർക്കറ്റുകൾ നമുക്കെന്ന് പറയാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റുകൾ നമുക്കെന്ന് പറയാം. അസറ്റുകൾ വിൽക്കുന്ന ഒരു മാർക്കറ്റ് നമുക്കെന്ന് പറയാം മണി മാർക്കറ്റ് എന്ന് പറയാം. കാരണം ഇത് വിൽക്കുന്നതായിരിക്കും ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു വർഷത്തിനകത്തായിരിക്കും. ഇത് ഷോർട്ട് ടേം ഫണ്ട് ക്രിയേഷൻ ആണ്. എനിക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് ഫണ്ട് കിട്ടണം, ചുരുങ്ങിയ കാലം കൊണ്ട് എനിക്ക് ആ ലോൺ അല്ലെങ്കിൽ ബോറോ ചെയ്ത് എനിക്ക് തിരിച്ച് റീഫണ്ട് തിരിച്ച് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു മാർക്കറ്റാണ് എന്ന് പറയുന്നത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. The phrase close substitute for money denotes any financial assets that can be quickly converted into money with minimum transaction cost and without loss of value. അപ്പൊ ഇതിൽ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് മണി ഫോർ മണി എന്ന് പറയുന്നത്, അതായത് എന്ത് ചെയ്യാം, എനിക്ക് ലിക്വിഡിറ്റി മീൻസ് ലിക്വിഡിറ്റി, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് മണി മീൻസ് ലിക്വിഡിറ്റിയാണ്. കാരണം എന്റെ ഫിനാൻഷ്യൽ അസറ്റിനെ എന്ത് ചെയ്യാം, പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ സാധിക്കും. എന്റെ ഫിനാൻഷ്യൽ അസറ്റുകൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ എന്ത് ചെയ്തു സാധിക്കും. അതാണ് മണി മാർക്കറ്റ്. ലിക്വിഡിറ്റി വളരെ കൂടുതലായിരിക്കും, എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ ക്യാഷ് ആക്കി മാറ്റാൻ സാധിക്കും. Participants in the market either have excess fund which they would like to invest in a short-term duration, or have an immediate shortage fund and would like to borrow. The short-term, the market is wholesale market for collection or different short-term debt instruments. Its principal features is the credit methods of the participants. അപ്പോൾ ഇത് പാർട്ടിസിപ്പൻസ് എന്താണ്, അവർക്ക് എന്ത് ചെയ്യാം, പാർട്ടിസിപ്പൻസ് in the money market have either excess fund which they would like to invest for a short duration, or have an immediate shortage funds fund and would like to borrow in the short term. അപ്പോൾ മണി മാർക്കറ്റിലെ ഈ ഒരു money market, the participants in this market have excess fund which they would like to invest for a short duration, or have an immediate shortage of fund, would like to borrow the short term. Borrow in the short term. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ, ഒരു പാർട്ടിസിപ്പന്റ് ആയിക്കോട്ടെ, അയാൾക്ക് ഫണ്ട് ഇരിപ്പുണ്ട്, അതൊരു ഷോർട്ട് ഡ്യൂറേഷനിൽ എന്ത് ചെയ്യണം, അയാൾ ഇൻവെസ്റ്റ് ചെയ്യുക വേണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അയാൾക്ക് ഷോർട്ടേജ് ഓഫ് ഫണ്ട്സ് പെട്ടെന്ന് എന്ത് ചെയ്യണം, അയാൾക്ക് ഫണ്ട് ഷോർട്ടേജ് വന്നു, അത് എന്ത് ചെയ്യണം, പെട്ടെന്ന് ക്ലിയർ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എന്ത് ചെയ്യുന്നു, അവർക്ക് ഏതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്, മണി മാർക്കറ്റ് ആണ് ബെറ്റർ. കാരണം 1 ഇയറിനകത്ത് എന്ത് ചെയ്യണം, എനിക്ക് എന്റെ റിട്ടേൺ കിട്ടണമെങ്കിൽ മണി മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് മാത്രമേ എന്ത് ചെയ്തുള്ളൂ, 1 ഇയറിനകത്തൊക്കെ നമുക്ക് റിട്ടേൺ കിട്ടുമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. The market is a wholesale market for collection of different short-term debt instruments. Its principal feature is the credit methods of the participants. ഇപ്പോൾ ഈ ഒരു മണി മാർക്കറ്റ് പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽ ഫീച്ചർ എന്തായിരിക്കും, പാർട്ടിസിപ്പൻസിന്റെ ഒരു ക്രെഡിറ്റ് വർത്തസ് ആണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയാം. ഒബ്ജക്റ്റീവ് തന്നെയാണ്, അവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് ഒരു പാർട്ടിസിപ്പൻസിന്റെ ക്രെഡിറ്റ് വർത്തസ് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യും. മണി മാർക്കറ്റിൽ ആരൊക്കെയായിരിക്കും പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടായിരിക്കും, ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ, DFHI, mutual funds, banks, corporate investors, non-banking finance companies, state governments, provident funds, primary dealers, security trading corporation of India, public sector undertakings and non-resident Indians. അപ്പോൾ ഇവരൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഒരു ഇന്ത്യൻ മണി മാർക്കറ്റിലെ ഒരു പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. ഇനി മണി മാർക്കറ്റ് എന്തൊക്കെ സിഗ്നിഫിക്കൻസ് ഉണ്ടാവും, എന്തൊക്കെയാണ് നോക്കാം. The prerequisites of an efficient money market system are the availability of low risk but highly liquid short-term money market instruments, deregulated interest rates, flexibility in transaction procedures, and also the existence of several participants including market makers to create liquidity of the instruments. അപ്പോൾ ചോദിക്കാം, ഈ മണി മാർക്കറ്റ് സിഗ്നിഫിക്കൻസ് ആയിരിക്കും. The prerequisites for an efficient money market system are the availability of low risk but highly liquid short-term money market instruments. അപ്പോൾ ഈ ഒരു മണി മാർക്കറ്റ് എന്തായിരിക്കും, ഒരു റിസ്ക് കുറവായിരിക്കും, അതോടൊപ്പം എന്തായിരിക്കും, ഹൈ ലിക്വിഡ് ഫണ്ട് എന്ത് ചെയ്യുന്നത്, വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ എന്ത് ചെയ്യുന്നത് അവർക്ക് റിസീവ് ചെയ്യാൻ സാധിക്കും. അതാണ് മണി മാർക്കറ്റ് പ്രത്യേകത പറയുന്നത്. ഡീറെഗുലേറ്റഡ് ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻട്രസ്റ്റ് എന്തായിരിക്കും ഇവിടെ ഡീറെഗുലേറ്റഡ്, അവിടെ നിയന്ത്രണം ഉണ്ടായിരിക്കത്തില്ല. ഫ്ലെക്സിബിലിറ്റി ആൻഡ് ട്രാൻസാക്ഷൻ പ്രൊസീജിയേഴ്സ്, പ്രൊസീജിയേഴ്സ് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ആൻഡ് ആൾസോ ദ എക്സിസ്റ്റൻസ് ഓഫ് സെവറൽ പാർട്ടിസിപ്പൻസ് ഇൻക്ലൂഡിംഗ് മാർക്കറ്റ് മേക്കേഴ്സ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുക, അപ്പോ മണി മാർക്കറ്റിന്റെ പ്രധാന സിഗ്നിഫിക്കൻസ് എന്തായിരിക്കും, അവർക്ക് ലോ റിസ്കിൽ ഹൈ ലിക്വിഡ് ഫണ്ട് ഷോർട്ട് ഫണ്ട് എന്ത് ചെയ്യുക, റിസീവ് ചെയ്യുക അല്ലെങ്കിൽ കിട്ടുക, അതിന്റെ അവൈലബിലിറ്റി ഒക്കെ എടുക്കുക. കൂടാതെ എന്ത് ചെയ്യുക, അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും, അവിടെ ട്രാൻസാക്ഷൻ പ്രൊസീജിയേഴ്സ് വളരെ കുറവായിരിക്കും. ഇതുവരെ എന്ത് ചെയ്യാം, അവർക്ക് ഇൻസ്ട്രുമെന്റ്സിന്റെ ലിക്വിഡിറ്റി എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അതാണ് മണി മാർക്കറ്റിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. After 1990, a liquid money market emerged in India. Specialized institutions called primary dealers were established. അപ്പോൾ 1990 എന്ത് ചെയ്തു, ഒരു സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് called primary dealers അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു, PD എന്ന് പറയും. This also coincide with the formation of money market mutual funds. അപ്പോൾ എന്ത് ചെയ്തു, മണി മാർക്കറ്റ് ഫ്യൂച്ചർ ഫണ്ട്സിന്റെ ഒരു ഫോർമേഷൻ എന്ത് ചെയ്തത് കാരണമാകുന്നുണ്ട്. Interest rates were also regulated and eligible
participants are there. As also many new instruments were there. അപ്പോൾ ഒരു പ്രധാന പ്രശ്നം the rates were also derived and eligible participants were interested. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്നായിരിക്കും ഡീറോവേറ്റ് ആയിരിക്കും. അതോടൊപ്പം എലിജിബിൾ പാർട്ടിസിപ്പൻസ് വരെ ലാസ്റ്റ് ആൾസോ മെനി ന്യൂ ഇൻസ്ട്രുമെന്റ്സ് വരെ ലാസ്റ്റ്. കൂടാതെ പുതിയ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് RBI മണി മാർക്കറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. RBI യൂസസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ബാങ്ക് റേറ്റ്, ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി റേഷ്യോ ആൻഡ് റെപ്പോ ട്രാൻസാക്ഷൻ ആസ് എ പ്രൈവറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഫോർ മണി മോണിറ്ററി. അപ്പോൾ ഒരു കുറച്ച് എക്സ്ട്രാ ന്യൂ ഇൻസ്ട്രുമെന്റ്സും കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്, ബാങ്ക് റേറ്റ് ഉണ്ട്, ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി റേഷ്യോ, അങ്ങനെ ട്രാൻസാക്ഷൻസ്, ഇതൊക്കെ എന്താണ് ഒരു പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ ഇൻസ്ട്രുമെന്റ്സ്. ഈ ഒബ്ജക്റ്റീവ് ഓഫ് മണി മാർക്കറ്റ് ഇഷ്യൂ. അപ്പോൾ മണി മാർക്കറ്റ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ് നമ്മൾ ഫെസിലിറ്റേറ്റ് ആൻഡ് ഈക്വിലിബ്രിയം ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഒരു ഷോർട്ട് ഫണ്ട്സിന്റെ എന്ത് ചെയ്യുക, ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ത് ചെയ്യുക, ഈക്വിലിബ്രിയത്തിൽ കൊണ്ടുപോകുക. Provide a focal point for central bank intervention for influencing liquidity in the provide a focal point for central bank intervention for influencing liquidity in the market. അപ്പോൾ എക്കണോമിയിൽ ലിക്വിഡിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് പ്രൊവൈഡ് എ ഫോക്കൽ പോയിന്റ് ഫോർ സെൻട്രൽ ബാങ്കിന് ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ ഫോക്കൽ പോയിന്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഘടകമായിട്ട് എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു ഈ ഒരു മണി മാർക്കറ്റ്. അതായത് ഒരു എക്കണോമിയിലെ ലിക്വിഡിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ആ ഒരു സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യണം, ഇടപെടണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, അതിനൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് ഒരു മണി മാർക്കറ്റിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ഫെസിലിറ്റേറ്റ് ഈസി ആക്സസ് ഫോർ യൂസേഴ്സ് ആൻഡ് സപ്ലൈസ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ് ടു മീറ്റ് ദെയർ റിക്വയർമെന്റ്സ് ആസ് ആൻ എഫിഷ്യന്റ് മാർക്കറ്റ് ക്ലിയറിംഗ് പ്രൈസ്. അപ്പോൾ സപ്ലൈസിനെ ഫെസിലിറ്റി ഈസി ആക്സസ് ഫോർ യൂസേഴ്സ് ആൻഡ് സപ്ലൈസ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ് ടു മീറ്റ് ദെയർ റിക്വയർമെന്റ്സ് അറ്റ് ആൻ എഫിഷ്യന്റ് മാർക്കറ്റ് ക്ലിയറിംഗ് പ്രൈസ്. അപ്പൊ യൂസേഴ്സിന് സപ്ലൈസിന് എന്ത് ചെയ്യുന്നു, ഒരു മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയും അവരെന്ത് ചെയ്യുന്നു, അവരുടെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് ഫണ്ട് അവർക്ക് കൊടുക്കുകയും ഷോർട്ട് ടേം സപ്ലൈസ് ഉണ്ടായിരിക്കും. അവർക്ക് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ഫിനാൻഷ്യൽ റിക്വയർമെന്റ് വരുമ്പോഴത്തേക്കും അപ്പോൾ ഒരു എഫിഷ്യന്റ് മാർക്കറ്റ് ക്ലിയറിംഗ് പ്രൈസ് എന്ത് ചെയ്യുക, അവർ റെഡിയാക്കി എടുക്കുക. അതൊക്കെ ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്, മണി മാർക്കറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് തന്നെയാണ്. നെക്സ്റ്റ് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് നമ്മൾ മറ്റൊരു പേര് അറിയണം, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ്, നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻവോൾവ്സ് റൈസിംഗ് ഫിനാൻസ് ത്രൂ ദി ഇഷ്യൂ ഓഫ് പബ്ലിക്ലി റിലേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ് ഇൻ ഇക്വിറ്റി ആൻഡ് ഡെറ്റ് ക്യാൻ ബി ബോട്ട് ആൻഡ് സോൾഡ് anytime for a long duration. അപ്പോൾ ഒരു പബ്ലിക്ലി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്യുന്നു, ട്രേഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നതിന് എന്ന് പറയാം ക്യാപിറ്റൽ മാർക്കറ്റ്. ആ ഒരു അതായത് പബ്ലിക്കലി ട്രേഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ സ്റ്റോക്കുകളോ അല്ലെങ്കിൽ ഇക്വിറ്റികളോ എന്ത് ചെയ്യുന്നു, അത് വീണ്ടും എന്ത് ചെയ്യുന്നു, റീ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു, കമ്പനിയുടെ ഫണ്ട് ക്യാപിറ്റലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫണ്ട് എന്ത് ചെയ്യുന്നു, റൈസ് ചെയ്യിപ്പിക്കുന്നു. അതാണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് എന്റെ കയ്യിരിക്കുന്ന ആളെ സ്റ്റോക്ക്, ഞാനിപ്പോ എവിടുന്ന് മേടിച്ചുള്ള സ്റ്റോക്ക് എനിക്ക് എന്ത് ചെയ്യണം, വിൽക്കണം. അതിന് വിൽക്കാനുള്ള മാർക്കറ്റാണ് എന്ന് പറയുന്നത്. അത് തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് പറയുന്നത്. ഫിനാൻഷ്യൽ ഫ്രെയിംവർക്ക്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, bonds, fixed asset deposits, receipts, shares, etc. can be issued to investors by those seeking funds. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, ബോണ്ടോ, ഫിക്സഡ് അസറ്റ് ഡെപ്പോസിറ്റ്, റെസിപ്റ്റോ, ഷെയർസ് ഒക്കെ എന്ത് ചെയ്യുക, ആവശ്യമനുസരിച്ച് ഇഷ്യൂ ചെയ്ത് കൊടുക്കാം. ഇൻവെസ്റ്റേഴ്സ് കംപ്രൈസിംഗ് പാർട്ടിസിപ്പൻസ് ഇൻ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് സച്ച് ആസ് ഇൻഡിവിജ്വൽസ്, ബാങ്ക്സ്, ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ എൻറ്റിറ്റീസ്. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് ആരൊക്കെ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും നോക്കണം. ഇൻഡിവിജ്വൽസ് ഉണ്ടാകാം, ബാങ്ക് കാണും, ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും, അതർ എൻറ്റിറ്റീസ്. ഇതൊക്കെ ഇതിനകത്തുണ്ടായിരിക്കും ഈ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് ആയിരിക്കും. But by these financial gains in the primary market, such instruments can be traded in the secondary. അപ്പോൾ ഫിനാൻഷ്യൽ ക്ലെയിം ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് comprising participants in the financial market such as individuals, banks, high net worth individuals and other entities. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ മാർക്കറ്റ്സിലെ പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഗുഡ് ബൈ ദീസ് ഫിനാൻഷ്യൽ ക്ലെയിംസ്, ഇവർ എന്ത് ചെയ്യണം, ഈ ഒരു ഫിനാൻഷ്യൽ ക്ലെയിം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യണം. പ്രൈമറി മാർക്കറ്റിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യണം, ബോണ്ടോ അതൊക്കെ അവർക്ക് വാങ്ങുന്നുണ്ട്. സച്ച് ഇൻസ്ട്രുമെന്റ്സ് ക്യാൻ ബി ട്രേഡഡ് ഇൻ സെക്കൻഡറി. ആ ഇൻസ്ട്രുമെന്റ് എന്ത് ചെയ്യാൻ, അത് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് മാറ്റുന്നത്, പ്രൈമറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത സാധനം പിന്നീട് രണ്ടാമത് വിൽക്കുമ്പോൾ അത് സെക്കൻഡറി മാർക്കറ്റിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. ഇനി ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ജസ്റ്റ് നോക്കിച്ചു പോകാം. ഇംപ്രൂവ് ദി എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ അലോക്കേഷൻ ത്രൂ എ കോംപ്രിഹെൻസീവ് കോമ്പറ്റീറ്റീവ് പ്രൈസിംഗ് മെക്കാനിസം.
ക്യാപിറ്റൽ അലോക്കേഷൻ എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുക. ക്യാപിറ്റൽ അലോക്കേഷന്റെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യിക്കുന്നു. ത്രൂ എ കോമ്പറ്റീവ് പ്രൈസിംഗ് മെക്കാനിസം, ഒരു കോമ്പറ്റീവ് പ്രൈസിംഗ് മെക്കാനിസം വഴി എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിയുടെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ലോവർ കോസ്റ്റ് ഫോർ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവായിരിക്കും. എൻകറേജ് ബ്രോഡർ ഓണർഷിപ്പ് ഓഫ് പ്രൊഡക്ട്സ് അസറ്റ്സ്, ബ്രോഡർ ഓണർഷിപ്പ് ഓഫ് പ്രൊഡക്റ്റീവ് അസറ്റ്സ്. അപ്പോൾ പ്രൊഡക്റ്റീവ് അസറ്റ്സിന്റെ എന്ത് ചെയ്യുന്നു, ഓണർഷിപ്പിന് എന്ത് ചെയ്യുന്നു, എൻകറേജ് ചെയ്യിക്കുന്നു. പ്രൊവൈഡ് ലിക്വിഡിറ്റി വിത്ത് മെക്കാനിസം എനേബിളിംഗ് ഇൻവെസ്റ്റേഴ്സ് ടു സെൽ ഫിനാൻഷ്യൽ അസറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ആക്റ്റീവ് സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ എന്താണ്, ഇൻവെസ്റ്റേഴ്സിന് അവിടെ ഫിനാൻഷ്യൽ അസറ്റ് സെയിൽ ചെയ്യുന്നതിന് ലിക്വിഡിറ്റി നിന്ന് പ്രൊവൈഡ് കൊടുക്കുന്നു. ടു മൊബൈലൈസ് ലോങ് ടേം സേവിങ്സ് ടു ഫിനാൻസ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. പ്രൊവൈഡ് റിസ്ക് ക്യാപിറ്റൽ ഇൻ ദ ഫോം ഓഫ് ഇക്വിറ്റി ആൻഡ് ക്വാസി ഇക്വിറ്റി ഓട്ടോപ്രോസ്. അപ്പോൾ ഇത് പ്രൊവൈഡ് റിസ്ക് ക്യാപിറ്റൽ ഇൻ ദ ഫോം ഓഫ് ഇക്വിറ്റി ഓർ ക്വാസി ഇക്വിറ്റി ഓട്ടോപ്രോസ്. ഓട്ടോപ്രോസ് ഇക്വിറ്റിയുടെ ഫോമിലോ ക്വാസി ഇക്വിറ്റിയുടെ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിസമിനേറ്റ് ഇൻഫർമേഷൻ എഫിഷ്യന്റ്ലി നമുക്ക് പ്രോപ്പർ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ സാധിക്കത്തില്ല. പ്രൈസ് ഡിസ്കവറി ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പ്രൈസ് ഡിസ്കവർ ചെയ്യുക, അതൊരു ഫംഗ്ഷനാണ്. റിസ്ക് മാനേജ്മെന്റ് മിറ്റിഗേറ്റ് അഗേൻസ്റ്റ് മാർക്കറ്റ് റിസ്ക്. അപ്പോൾ റിസ്ക് മാനേജ്മെന്റ് മിറ്റിഗേറ്റ് ചെയ്യുക. എനേബിൾ വൈറൽ പാർട്ടിസിപ്പേഷൻ, അപ്പോൾ വൈഫൈ അതിന്റെ വൈറൽ പാർട്ടിസിപ്പേഷൻ എനേബിൾ ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചെയ്യുക, എന്നാണ് പറഞ്ഞത്, മിസ്റ്റേക്സ്. അപ്പോൾ വൈറൽ പാർട്ടിസിപ്പേഷൻ ചെയ്യുക, എനേബിൾ ചെയ്യുക. ഇംപ്രൂവ് ഓപ്പറേഷണൽ എഫിഷ്യൻസി, സിംപ്ലിഫൈഡ് പ്രൊസീജിയർ ഫോർ ട്രാൻസാക്ഷൻസ്, ഫാസ്റ്റർ സെറ്റിൽമെന്റ് പ്രോസസ് ആൻഡ് ലോവർ ട്രാൻസാക്ഷൻ കോസ്റ്റ്. അപ്പോൾ ഓപ്പറേഷണൽ എഫിഷ്യൻസി ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? സിംപ്ലിഫൈഡ് പ്രൊസീജിയർ ഫോർ ട്രാൻസാക്ഷൻസ്, ഫാസ്റ്റർ സെറ്റിൽമെന്റ് പ്രോസസ് ആൻഡ് ലോവർ ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഇത് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഓപ്പറേഷൻ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യുക. അതായത് ട്രാൻസാക്ഷൻസിന്റെ പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. സെറ്റിൽമെന്റ് പ്രോസസ് ഫാസ്റ്റ് ആക്കുക, ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയ്ക്കുക. ഇതുവഴിയൊക്കെ എന്ത് ചെയ്ത് നമുക്ക് ഓപ്പറേഷൻ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാം. ഇംപ്രൂവ് ഇന്റഗ്രേഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് മാർക്കറ്റ്സ് ആൻഡ് ഡിഫറെന്റ് അസറ്റ് ക്ലാസസ്, റിയൽ ആൻഡ് ഫിനാൻഷ്യൽ സെക്ടേഴ്സ് ഇൻ ദ എക്കണോമി, ലോങ് ആൻഡ് ഷോർട്ട് ടേം ഫണ്ട്സ്, പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് സെക്ടേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് ആൻഡ് എക്സ്റ്റേണൽ. അപ്പോൾ ഡിഫറെന്റ് മാർക്കറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യുക, ഡിഫറെന്റ് മാർക്കറ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് അസറ്റ് ക്ലാസുകൾ തമ്മിൽ എന്ത് ചെയ്യുക, അവർ തമ്മിൽ ഇന്റഗ്രേഷൻ ഇംപ്രൂവ് ചെയ്യുക. ഡയറക്റ്റ് ഫ്ലോ ഓഫ് ഫണ്ടിങ് എഫിഷ്യന്റ് ചാനൽ ത്രൂ ഇൻവെസ്റ്റ്മെന്റ്, ഡിസിൻവെസ്റ്റ് ആൻഡ് റീഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഫണ്ട് വന്ന് ഒരു പ്രോപ്പർ ചാനലിലൂടെ മാത്രം എന്ത് ചെയ്യുക, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ റീഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ഏത് ചാനൽ വഴി അയക്കുന്നതിരിക്കാൻ പ്രോപ്പർ ചാനൽ വഴി മാത്രമേ എഫിഷ്യന്റ് ചാനൽ വഴി എന്ത് ചെയ്യാവൂ, ഫണ്ട് കൺസേൺ പാർട്ടിക്ക് ശരി. ക്യാപിറ്റൽ മാർക്കറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായി ക്ലാസ് ചെയ്യാം. പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും പറയാം. എന്താണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്? ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. അതായത് ഒരു ഫസ്റ്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് സെക്യൂരിറ്റി എന്ത് ചെയ്യുന്നു, വിൽക്കുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഇത് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. The primary market is a segment for capital market that deals with the issuance of new securities. അപ്പോൾ പുതിയ സെക്യൂരിറ്റീസിനെ ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ഒരു മാർക്കറ്റാണ് ഇത് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് പുതിയതായിട്ട് സെക്യൂരിറ്റി കമ്പനി തുടങ്ങാനല്ല, ഒരു കമ്പനി ആൾറെഡി തുടങ്ങി കഴിഞ്ഞു, ഇനി ഷെയറുകൾ എന്ത് ചെയ്യണം, വിൽക്കണം. അതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റാണ് ഇത് പ്രൈമറി മാർക്കറ്റ്. ഫസ്റ്റ് ഫ്രഷ് സെക്യൂരിറ്റി വിൽക്കുന്ന മാർക്കറ്റ്. This is typically done through a syndicate of securities dealers. In the case of a new stock issue, this sale is usually referred to as an initial public offering. Dealers get a commission that built into the price of security offerings. This is typically done through a syndicate of, അപ്പോൾ ഇതിന്റെ ഒരു പ്രൈസ് എന്തൊക്കെ തീരുമാനിക്കുന്നതായിരിക്കും. This is typically done through a syndicate of security dealers. സെക്യൂരിറ്റി ഡേയ്സിന്റെ സിൻഡിക്കേറ്റ് ആണ് ഇതിന്റെ പൈസ ഫിക്സ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് എ ന്യൂ സ്റ്റോക്ക് ഇഷ്യൂ, ദ സെയിൽ ഈസ് യൂഷ്വലി റിഫർഡ് ടു ആസ് എ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അപ്പോൾ ഒരു ന്യൂ ഇഷ്യൂ ആണെങ്കിൽ അത് നമുക്ക് എന്താ പറയാം, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് പറയാം. ഡീലേഴ്സ് get a commission that is built in the price of the security offer. Dealers can earn a commission that is built into the price of a security offering. അപ്പോൾ ഡീലേഴ്സിന് എന്താണ് കിട്ടുന്നത്, കമ്മീഷനാണ് ഡീലേഴ്സിന് നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. The fundraising പ്രൈമറി മാർക്കറ്റ്. അപ്പൊ പ്രൈമറി മാർക്കറ്റിൽ മണി മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രൈമറി മാർക്കറ്റിൽ എങ്ങനെയാണ് ഫണ്ട് റൈസിംഗ് നോക്കാം. പബ്ലിക് ഇഷ്യൂ ബൈ പ്രോസ്പെക്ടസ്, പ്രൈവറ്റ് പ്ലേസ്മെന്റ്, റൈറ്റ് ഇഷ്യൂ, പ്രിഫറൻഷ്യൽ ഷെയർസ്. ഇതുവഴിയൊക്കെയാണ് ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റാണ് ഫണ്ട് റൈസിംഗ്. മറ്റൊരു മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. After the security is issued in the primary market, it is listed on a recognized stock exchange in the case of liquidity shares or is traded on the negotiable dealing system in case of debt market securities. So after the security is issued in the primary market, security in the primary market issued it is listed on a recognized stock exchange in the case of equity shares or
or is traded on the negotiable dealing system in case of debt market instruments. ഓക്കെ, അപ്പൊ ഒരു സെക്യൂരിറ്റി ആൾറെഡി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ പ്രൈമറി മാർക്കറ്റിൽ ആദ്യം ആൾറെഡി ഇഷ്യൂ ചെയ്താണെങ്കിൽ ഇറ്റ് ലിസ്റ്റഡ് ഓൺ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ കേസ് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡറെ സംബന്ധിച്ചായിരിക്കും അതൊരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ത് ചെയ്യുക, ആ ഒരു സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യുക. ഓർ ഈസ് ട്രേഡഡ് ഇൻ ദ നെഗോഷ്യബിൾ ഡീലിംഗ് സിസ്റ്റം ഓഫ് ആർബിഐ നെഗോഷ്യബിൾ ഡീലിംഗ് സിസ്റ്റം വഴി എന്ത് ചെയ്യുക, അവർക്കത് ട്രേഡ് ചെയ്യുകയും ചെയ്യുക. ഇതൊരു ഡെറ്റ് മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്, നെഗോഷ്യബിൾ ഡീലിംഗ് സിസ്റ്റം വഴി എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാം. സെക്കൻഡറി മാർക്കറ്റ്സ് പ്രൊവൈഡ് ലിക്വിഡിറ്റി ഫോർ ഇൻവെസ്റ്റേഴ്സ്. ഇപ്പൊ ഇൻവെസ്റ്റേഴ്സ് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് സെക്കൻഡറി മാർക്കറ്റ് ആണ്. സെക്കൻഡറി മാർക്കറ്റ്സ് യൂഷ്വലി ഫോളോ എയ്തർ ക്യാൻ ഓപ്ഷൻ ബേസ്ഡ് സിസ്റ്റം ഓർ ഡീലർ ബേസ്ഡ് സിസ്റ്റം. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റ് രണ്ട് സിസ്റ്റം ഫോളോ ചെയ്യാൻ, ഓപ്ഷൻ ബേസ്ഡ് സിസ്റ്റം ഉണ്ട്, ഡീലർ ബേസ്ഡ് സിസ്റ്റം ഉണ്ട്. വൈൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് പാർട്ട് ഓഫ് ആൻ ഓപ്ഷൻ മാർക്കറ്റ്. ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് ഈസ് എ ഡീലർ സിസ്റ്റം. നോക്കണ്ട, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് നിങ്ങൾ എപ്പോഴും കേൾക്കും, ഫോറിൻ എക്സ്ചേഞ്ച് അതായത് ഒരു രാജ്യത്തെ കറൻസി അതിനേക്കാൾ ഡിനോമിനേറ്റ് ഇരിക്കും മറ്റു രാജ്യത്തെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അത് നമുക്ക് എന്ന് പറയാം ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയാം. The phrase foreign exchange itself refers to a money denominated in the country of another nation or a group of nations. Any person who exchanges money denominated in his own nation's currency for any person who exchanges money denominated in his own nation's currency for money denominated in another nation's currency requires ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പോ രണ്ട് രാജ്യത്തെ കറൻസികൾ, അപ്പോ ഇന്ത്യയുടെ രാജ്യം അമേരിക്കയുടെ രാജ്യം. അപ്പോ ഇന്ത്യയിലെ അല്ലെങ്കിൽ അമേരിക്കയിലെ ആ ഒരു ക്യാഷ് എന്ത് ചെയ്ത് ഇന്ത്യയിലെ എത്രയായിരിക്കും? ഇപ്പോ ഞാൻ ഒരു ഡോളർ, അപ്പൊ ആ ഒരു ഡോളർ ഇന്ത്യൻ മണി എത്രയായിരിക്കും? ഏകദേശം 83-86 രൂപയൊക്കെയാണ് ഒരു ഡോളറിന്റെ വാല്യൂ, നിലവിലെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഒരു രാജ്യത്തെ കറൻസിയിൽ നിന്ന് മറ്റു രാജ്യത്തെ കറൻസിയിലേക്ക് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ മണി നോട്ട് മാറ്റുക. അപ്പം എന്താണ്, അതായത് സർപ്ലസ് ഉള്ള ഇപ്പൊ ഫോറിൻ എക്സ്ചേഞ്ചിനകത്ത് ഇപ്പം യൂറോ, ജാപ്പനീസ് യെൻ, ചൈനീസ് വൂൾ, പിന്നെ അമേരിക്കൻ ഡോളേഴ്സ്, ഇതൊക്കെ സിംഗപ്പൂർ ഡോളർ, ഇതൊക്കെ എന്താണ് ഇന്ത്യൻ മണിയെക്കാട്ടിയും ഹൈപ്പിൽ നിൽക്കുന്നത്, അതായത് കുറച്ച് മുകളിൽ നിൽക്കുന്നത്, അതിന്റെ വാല്യൂ കൂടുതലായിരിക്കും. സോ അങ്ങനെയുള്ള എന്താണ് ഫോറിൻ കറൻസി മാത്രമായിട്ട് എന്ത് ചെയ്തു, ഇന്ത്യൻ കറൻസി നമുക്ക് ട്രാൻസാക്ട് ചെയ്തു. ഇന്ത്യൻ കറൻസിയെക്കാട്ടി ആയിട്ട് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ കറൻസി അല്ലെങ്കിൽ ശ്രീലങ്കയിൽ എന്ന് പറയുന്നത് ഇന്ത്യക്കാട്ടി കുറവായിരിക്കും. അവിടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസ്ഫർ ചെയ്യും, കാരണം നമുക്ക് നഷ്ടമായിരിക്കും, അത്രയും വാല്യൂ കിട്ടത്തില്ല. സോ ഫോറിനിലേക്കാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റൈസ് ചെയ്യാൻ ഫോറിൻ എക്സ്ചേഞ്ച് വഴി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ഈസ് സ്റ്റിൽ അറ്റ് എ ഷിഫ്റ്റ് ഓഫ് ഫണ്ട്സ് ഓർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ക്ലെയിംസ് ഫ്രോം വൺ കൺട്രി കറൻസി. അപ്പോ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ എന്നതായിരിക്കും ഷിഫ്റ്റ് ഓഫ് ഫണ്ട് ഫോർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ക്ലെയിംസ് ഫ്രോം വൺ കൺട്രി കറൻസി ടു അനദർ. അപ്പോൾ ഒരു രാജ്യത്തെ കറൻസിയിൽ നിന്ന് മറ്റു രാജ്യത്തെ കറൻസിയിലേക്ക് എന്ത് ചെയ്യുന്നു, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമുക്ക് എന്ത് പറയാം, ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ എന്ന് പറയാം. Thus, within India, any money denominated in any currency other than Indian rupees, broadly speaking, foreign exchange. അപ്പോൾ ഇന്ത്യൻ റുപ്പിയെക്കാട്ടിയും ഡിനോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും മറ്റേതെങ്കിലും കറൻസി ഉണ്ടെങ്കിൽ അതിലേക്കാണ് നമുക്ക് എന്ത് സാധിക്കുന്നത്, ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് ക്യാൻ മീൻ ക്യാഷ്, ഫണ്ട് അവൈലബിലിറ്റി ഓൺ ക്രെഡിറ്റ് കാർഡ്സ് ആൻഡ് ഡെബിറ്റ് കാർഡ്സ്, ട്രാവൽ ചെക്ക്, ബാങ്ക് ഡെപ്പോസിറ്റ്സ് ഫോർ അതർ ഷോർട്ട് ടേം ക്ലെയിംസ്. അപ്പോൾ ക്യാഷ് വഴി നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഫണ്ട് അവൈലബിലിറ്റി, ക്രെഡിറ്റ് കാർഡ്സിന്റെ ഡെബിറ്റ് കാർഡ്സിന്റെ ഫണ്ട് അവൈലബിലിറ്റി നമുക്ക് നോക്കാം, ട്രാവൽസ് ചെക്ക്, ബാങ്ക് ഡെപ്പോസിറ്റ്സ്, മറ്റേ ഫിനാൻഷ്യൽ ക്ലെയിം ഉണ്ടെങ്കിൽ അതുവഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫോറിൻ എക്സ്ചേഞ്ച് നമുക്ക് നടത്താം. ഡയറക്റ്റ് ക്യാഷ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോറിൻ എക്സ്ചേഞ്ച് നമുക്ക് നടത്താൻ പറ്റും. മറ്റൊന്ന് കമ്മോഡിറ്റി മാർക്കറ്റ് ആണ്. ഞാൻ പറഞ്ഞു കമ്മോഡിറ്റി മാർക്കറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, അതായത് അല്ലെങ്കിൽ കമ്മോഡിറ്റി, ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, അല്ലെങ്കിൽ സ്റ്റീലോ, കോപ്പറോ, അലുമിനിയം, അതൊക്കെ വിൽക്കുന്ന മാർക്കറ്റാണ് ഇത് കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റ് വേറെ കമ്മോഡിറ്റീസ് ആർ ട്രേഡ് ഇൻ ട്രേഡ് ഈസ് റെഫർഡ് ടു ആസ് കമ്മോഡിറ്റി മാർക്കറ്റ്. അപ്പോൾ കമ്മോഡിറ്റി ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് തന്നെയാണ് ഇത് കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. ദീസ് കമ്മോഡിറ്റീസ് ഇൻക്ലൂഡ് ബില്യൺസ് എന്തൊക്കെ ആയിരിക്കാം, ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, ഫെറോസ്, നോൺ ഫെറോസ് മെറ്റൽസ്, അത് കോപ്പർ, സിങ്ക്, നിക്കൽ, അലുമിനിയം, ഇതൊക്കെയാണ്. എനി എനർജി പ്രോഡക്ട്സ് ലൈക്ക് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഹീറ്റിംഗ് ഓയിൽ, ഗ്യാസ് ഓയിൽ, എക്സെട്ര, ഇതൊക്കെ അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ് ലൈക്ക് റിഫൈൻഡ് സോയ ഓയിൽ, പെപ്പർ, പാം ഓയിൽ, കോഫി, പെപ്പർ, കാഷ്യൂ, ആൽമണ്ട്സ്, എക്സെട്ര, ഇതൊക്കെ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് ഇത് കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. The existence of a vibrant, active and liquid commodity market is normally considered as a healthy sign for the development of one country's economy. The growth of a transparent commodity market is a sign for the development of a foreign economy. It is therefore important to have active commodity markets functioning.
എക്സസ് വൈബ്രന്റ് ആക്റ്റീവ് ആൻഡ് ലിക്വിഡ് കമ്മോഡിറ്റി മാർക്കറ്റ്. അപ്പോൾ രാജ്യത്തൊരു വൈബ്രന്റ് ആക്റ്റീവ് ആൻഡ് ലിക്വിഡ് കമ്മോഡിറ്റി മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് നോർമലി കൺസിഡർ എ ഹെൽത്തി സൈൻ ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് കൺട്രീസ്. രാജ്യത്ത് എന്ത് ചെയ്യാൻ ഒരു എക്കണോമി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതിന് ഒരു തെളിവാണ് എല്ലാവർക്കും ഒരു ജോലി എന്ന് പറയുന്നത്. The growth of a transparent commodity market is a sign of the development of economy. It is therefore to have active commodity markets functioning. അപ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റ് എന്താ നമ്മൾ പറഞ്ഞു തരും, കമ്മോഡിറ്റികൾ മില്യൺസ് ഗോൾഡ്, ഡയമണ്ട്സോ അല്ലെങ്കിൽ സിൽവർ, പ്ലാറ്റിനോ, പലേഡിയോ, സ്റ്റീലോ, അലുമിനിയോ, ഇതിപ്പോ നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെ നമുക്ക് ഇത് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റാണ് ഇത് കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. തൽക്കാലം നമുക്ക് മാർക്കറ്റിന്റെ കണ്ടീഷൻസ് ഇത്ര മതി. ഓക്കെ, ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്സ് അതിനെ കുറിച്ച് നമുക്ക് ചെയ്യാം. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ്. താങ്ക് യു.